ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ SL നിന്ന് ഒരുങ്ങി. ഇന്ന് രാവിലെ ഫ്ലിക്സ് ബസ് പോകുന്നു. ഫ്ലിക്സ് ബസ്സിൽ നിന്ന് വി ആർ ഗോയിങ് ടു റോട്ടർഡാം ആംസ്റ്റർഡാം. ഒരു 3 ദിവസം കുറേ മീറ്റിംഗ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്ലിക്സ് ബസ് കയറിയിട്ട് വി ആർ ഗോയിങ് ടു റോട്ടർഡാം. ഒരു മാക്സിമം 3.5 മണിക്കൂറും കണ്ടുള്ള യാത്രയാണ്. രാവിലെ അവിടെ എത്തും. ബാക്കി അവിടെ ചെന്ന് പോകുന്ന വഴികൾ, റോട്ടർഡാമിലുള്ള കാഴ്ചകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമേ. അങ്ങനെ നമ്മുടെ ഫ്ലിക്സ് ബസ് വന്നു. നമ്മളത് ബോർഡ് ചെയ്യാൻ പോവാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് റോട്ടർഡാം. ആക്ച്വലി നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇപ്പോൾ നെതർലൻഡ്സിലോട്ട് കടന്നു. ഇത് ഐൻഹോവൻ പോകുന്ന റൂട്ടാണ്. വെൽക്കം ടു നെതർലൻഡ്സ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട് റോട്ടർഡാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് ആക്ച്വലി ഹാഗ് പോകുന്ന ബസ്. അപ്പോൾ റോട്ടർഡാം സെൻട്രലാണ് നമ്മുടെ സ്റ്റോപ്പ്. വെൽക്കം ടു ഐൻഹോവൻ. നമ്മളിപ്പോൾ ഐൻഹോവൻ്റെ സ്റ്റേഷൻ എത്തി. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഹാർഡ്ലി ഒരു 1 hour ഉണ്ട്. നമ്മുടെ ഫ്ലിക്സ് ബസ്സാണിത്. എല്ലാവരും ജസ്റ്റ് ഒരു ഷോർട്ട് ബ്രേക്ക്, ദെൻ നെക്സ്റ്റ് സ്റ്റേഷൻ റോട്ടർഡാം. ഐൻഹോവൻ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ ഹേർഡ്. പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പ്ലേയിൽ വന്ന് നോക്കണം. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ ബസ്. ഇട്ടിട്ട് പോകാതിരിക്കണം. നെതർലാൻഡ്സ് ബോർഡർ കടന്ന് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി. ആളുകൾ വളരെ കുറവായിരുന്നു ബസ്സിൽ. വഴിയോര കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. കൂറ്റൻ കാറ്റാടികൾ ഞങ്ങളെ വരവേൽക്കാനായി നിൽക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ഗുട്ടൻ ടാഗ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വരവേൽക്കാനായി നിൽക്കുന്നു. അതുപോലെ തന്നെ കടന്നു പോകുന്ന കാറ്റാടികൾ ഔഫ് വീഡർ സെയിൻ എന്നും ഞങ്ങളോട് പറയുന്നതായി തോന്നി. നദികളിലൂടെ ഒത്തിരി കപ്പലുകൾ നീങ്ങുന്നതായി ഞങ്ങൾ കണ്ടു. വെൽക്കം അഗെയിൻ ടു റോട്ടർഡാം സെൻട്രൽ. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തി. ഇപ്പം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതിനുവേണ്ടി ഓടുക. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. ആഫ്റ്റർ 2 years ബാക്ക് ടു റോട്ടർഡാം. റോട്ടർഡാം മലയിൽ അടിപൊളിയാണ്, ക്വയറ്റാണ്, നല്ല കണക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസാണ്. സോ ലെറ്റ്സ് ഗോ ടു അവർ ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഹോട്ടലിലോട്ടുള്ള വഴി. ഇറ്റ്സ് അബൌട്ട് 500 meters ഫ്രം ഹിയർ. വി ആർ സ്റ്റേയിങ് അറ്റ് ദ റോട്ടർഡാം ടെലിപോർട്ട് ഹോട്ടൽ. സൈഡിൽ കൂടെ ഒരു സ്മോൾ കനാലൊക്കെ ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സമ്മർ ആയതുകൊണ്ട്. ഇവിടെയൊക്കെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് നേരെ മുകളിൽ നിന്ന് സാധനം താഴത്തോട്ട് ഇറക്കിയാണ് വെക്കുന്നത്. അവിടുന്ന് സാധനങ്ങൾ മുകളിൽ താഴത്തോട്ട് ഇറക്കിയിട്ടാണ് ഇവർ സാധനങ്ങൾ വെക്കുന്നത്. ഷിഫ്റ്റിംഗ് ഒക്കെ അങ്ങനെ ഇവിടെ മുകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാതെ അങ്ങനെ ഈസി ആയിട്ട്. ആളെ തമാശയ്ക്ക് പറയാം, വീഡിയോ എടുക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ റോണി പറഞ്ഞു അടുത്ത തവണ നെക്സ്റ്റ് ടൈം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചു വിട്ടു. വെൽക്കം ടു അവർ ഹോട്ടൽ, ദ ടെലിപോർട്ട് ഹോട്ടൽ റോട്ടർഡാം. അമേസിങ് ഒരു ഡീലായിരുന്നു ഇതും കിട്ടിയത്. കറക്റ്റായിട്ട് booking.com നമ്മൾ നോക്കുന്ന ഒരു ടൈം പോലെ ഇരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്ന ഡീൽസ്. ദിസ് ഈസ് അവർ ഹോട്ടൽ. ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി നോക്കാമേ. നമ്മുടെ റൂം നമ്പർ 701 എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം നമ്പർ 701. നീറ്റ് ആൻഡ് ക്ലീൻ. ആദ്യം എപ്പോഴും വന്നാലും നമ്മുടെ വ്യൂ ആണ് നോക്കാറ്. ഹായ്. ഇത് ജസ്റ്റ് തൊട്ടിപ്പുറത്താണ് നമ്മുടെ സെൻട്രൽ സ്റ്റേഷൻ. വെരി നൈസ് ആൻഡ് കോസി റൂം. ഇപ്പുറത്താണ് നമ്മുടെ വാഷ്റൂമൊക്കെ വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത വാഷ്റൂംസൊക്കെ ഗ്രാൻഡ് ആയിരിക്കും. ഗ്രാൻഡ് വാഷ്റൂംസ്. റൂമിനേക്കാളും സ്പേസ് വാഷ്റൂം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ ഹോട്ടലൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഇവിടെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നെത്തി. അടുത്ത മീറ്റിങ്ങിലോട്ട് പോവാണ്. അങ്ങനെ മീറ്റിങ്ങിലോട്ട് പോകാനായിട്ട് ഞങ്ങളിങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ഊബർ. അപ്പോൾ പുള്ളിക്കാരിപ്പോൾ വരുന്നതുകൊണ്ട് കുറച്ച് നേരമായി. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഒരു ബെൻസാണ് തോന്നുന്നു. അപ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. മീറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ആക്ച്വലി റോട്ടർഡാം സെൻട്രലിൽ നിന്ന് ഞങ്ങൾ നടന്നു വന്നപ്പോഴത്തേക്ക് ചുമ്മാ നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെയുണ്ട്. അറ്റത്ത് നല്ല ഭംഗിയുള്ളൊരു ബിൽഡിങ്ങും. എന്ത് കഴിക്കണമെന്ന് ആലോചിച്ച് നടക്കുക. ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ദ ലോ ലൈറ്റ് ഓഫ് ദ ഹുക്ക് ഓഫ് ഹോളണ്ട് എന്നാണ് പറയുന്നത്. മാരിടൈം മ്യൂസിയത്തിൻ്റെ തൊട്ടിപ്പുറത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹുക്ക് ഓഫ് ഹോളണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ഹൗസ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡിസസംബിൾ ചെയ്തിട്ട്
ഈ മാരിടൈം മ്യൂസിയത്തിൻ്റെ ഇവിടെ വന്ന് അസംബിൾ ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഒരു ഇതായിട്ട്. ദിസ് പ്ലേസ് ഈസ് കോൾഡ് ദ ലോ ലൈറ്റ് ഓഫ് ദ ഹുക്ക് ഓഫ് ഹോളണ്ട്. നമുക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, ഒരു 15 minutes ഫ്രോം റോട്ടർഡാം സെൻട്രൽ. സൈഡിലൊക്കെ കാണുന്നത് ഫുൾ കുറേ ബോട്ടും കുറേ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ ക്രെയിനൊക്കെ ഉണ്ട്. ജസ്റ്റ് ചുമ്മാ നടന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് വഴിക്ക് ഒന്ന് വന്ന് നോക്കാമെന്ന് വെച്ചതാണ്. കുറേ എക്വിപ്മെൻറ്റോ ക്രെയിൻസോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ ചുമ്മാ ഒന്ന് പോയി നോക്കുക. ഇവിടെ അധികം ആളില്ല, ബട്ട് കുറേ ബോട്ടുകളും ഒരു പാലവും ഒരു വാക്കിംഗ് സ്ഥലവും പിന്നെ റോണിക്കുട്ടനും. എനിക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു വാട്ടർ ടാക്സി ഒക്കെ വരും, ഈ നമ്പർ 47 ഒക്കെ പറഞ്ഞിട്ട് വേറെ ഏതോ സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ ഒരു ഹോഗസ് സ്കൂൾ റോട്ടർഡാം ഉണ്ട്. ഒരു ബിസിനസ് സ്കൂളോ ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ടാക്സി വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. ടൈമിംഗ് ഒന്നും അറിയില്ല കേട്ടോ, ബട്ട് വെദർ ഈസ് നൈസ്. ഇപ്പം സമയം ഏകദേശം ഒരു 8:30 ആവുന്നു. ഒരു 18 ഡിഗ്രി ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. 22 ഡിഗ്രി ഇപ്പോൾ അല്ലേ. അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. മാരിടൈം മ്യൂസിയം ഉണ്ട്, ബോട്ടുകളുണ്ട്. ഇറ്റ്സ് ഗുഡ് ഫോർ എൻ ഈവനിങ് വാക്ക്. എസ്പെഷ്യലി സമ്മറും കൂടെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയാണ്. ഞാനും ജെഡിയും കൂടെ എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നേ മാരിടൈം മ്യൂസിയത്തിൻ്റെ ഇവിടെ വന്നിട്ട് അടുത്ത് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ബട്ട് എന്തോ ഐ ലവ് ദ പീസ് ആൻഡ് ദ വൈബ് ഓഫ് റോട്ടർഡാം സിറ്റി. ഈ കാണുന്ന ബോട്ടുണ്ടല്ലോ, ഇവരൊരു റെസ്റ്റോറൻറ്റ് പോലെ ആക്കിയേക്കുന്ന വെസൽ 11 എന്നാണ് പേര്. ബട്ട് കുറേ ചെടികളൊക്കെ ആയിട്ട് വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. പക്ഷേ ലഞ്ച്, ഡിന്നർ, ഡ്രിങ്ക്സ്, മ്യൂസിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ തുള്ളിലൊക്കെ കുറേ ചെടികളും ലൈറ്റും വേറെ ഒരു വിൻറ്റേജ് ഫീലാണ്. ഫുൾ കാട് പോലെ പിടിച്ച് കിടക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂസിലില്ല എന്ന സംശയമുണ്ട്, ബട്ട് ഇറ്റ് ലുക്സ് നൈസ്. ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ 2 കട്ടൻ ചായ പറയും. ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല. ക്ലോസ് ചെയ്ത് പോയി അല്ലെങ്കിൽ 2 കട്ടൻ ചായ പറയും. ഞാനും ജെഡിയും ഒരു 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. ജെഡിക്ക് എന്തോ ചൈനീസോ ന്യൂഡിൽസോ എന്തോ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ മാരിടൈം മ്യൂസിയത്തിൻ്റെ ഇപ്പുറത്ത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമുക്ക് ആക്ച്വലി വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വി ആർ ഓൺ ദ വേ ടുവേർഡ്സ് നോർത്തേൺ സൈഡ് ഓഫ് നെതർലാൻഡ്സ്. നമ്മൾ ട്രെയിൻ കയറി. ആക്ച്വലി നെതർലാൻഡ്സിലെ പല സ്ഥലത്തോട്ട് നമുക്ക് വഴി അറിയില്ലെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് 9292.nl. ഒന്നിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഉണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് വഴികൾ കിട്ടും. സോ നമുക്കൊരു ഡയറക്റ്റ് ഓപ്ഷനാണ് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട്. പക്ഷേ ട്രെയിൻ ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായപ്പോഴത്തേക്ക് നമ്മൾ മാറി കയറുക. ബട്ട് 3 hours കൊണ്ട് നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് നമ്മളെത്തും. ഭംഗിയായിട്ട് ഇങ്ങനെ ഈ പച്ചപ്പും സ്ഥലങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ബട്ട് നോർത്തേൺ സൈഡിലോട്ട് എന്തോ ഒരു ഭംഗിയല്ലേ. കുറേ ഫാം ലാൻഡ്സ്, കുറേ ഹൗസസ്, ഈ കാശുള്ളവർ വന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു ഫാം ഹൗസ് പോലൊക്കെ എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത്. സോ നൈസ് ആൻഡ് നല്ലൊരു റിലാക്സ് ചെയ്താണ് നമ്മൾ ആ ഒരു യാത്ര ചെയ്ത് നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ട് എത്തേണ്ടത്. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് സ്റ്റീൻവൈക്ക് എന്ന് പറഞ്ഞൊരു നോർത്ത് സൈഡാണ്. ഓൾമോസ്റ്റ് ദ നോർത്തേൺ സൈഡ് ഓഫ് നെതർലാൻഡ്സ് വന്നിറങ്ങി. നമുക്കിവിടെ ഒരാളെ കാണാനുണ്ട്, ഒരു ഡിസ്കഷനുണ്ട്. ഇത് മിസ്റ്റർ കുട്ടമ്പിള്ളയാണ്. കുട്ടമ്പിള്ള സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കണ്ട് ഈ സൈഡിൽ നിന്നൊക്കെ പോയിട്ട് വേണം തിരിച്ച് ബാക്ക് ടു റോട്ടർഡാം ഒക്കെ എത്താൻ. ബട്ട് ഇറ്റ്സ് എ വെരി ക്വയറ്റ് പ്ലേസ്. ഒരു കൺട്രി സൈഡും ഒരു വില്ലേജൊക്കെ പോലുണ്ട്. ബട്ട് എന്ത് ഭംഗിയല്ലേ. ഞങ്ങൾ വന്ന് ഇറങ്ങിയേക്കുന്ന സ്ഥലം കണ്ടോ, എവിടെയോ വിദൂരത, ഒരു മനുഷ്യരുമില്ല. ഒരു പക്ഷേ ഭയങ്കര ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയേക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ക്വയറ്റ്. ഏതോ ഒരറ്റത്ത്, നെതർലൻഡ്സിൻ്റെ ഏതോ ഒരറ്റത്ത്. നെതർലൻഡ്സിലെ ഒരു പാടമാണോ അവിടെ? ഇത് പാടെന്ന് പറയാം. നെൽപ്പാടാണ്. നെൽപ്പാട് പാടാണ്. നെൽപ്പാടൊന്നുമല്ല, ഇത് സാധാ പാടാ. അവിടെ അറ്റത്തൊരു വിൻമില്ലൊക്കെ ഉണ്ട്. നല്ല പാടാ, നല്ല പാടാ അല്ലേ. എന്ത് ഭംഗിയാ. ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പം ജസ്റ്റ് ഇവിടെ സൈഡിൽ കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വന്നാ. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ട്രാൻസ്പോർട്ടേഷൻ. ഏതോ ഒരു ദൂരെയായ ഒരു സ്ഥലത്ത്, സംവെയർ അറ്റ് ദ എൻഡ് ഓഫ് നെതർലാൻഡ്സ്. തിരിച്ചു വരുന്ന വഴിക്ക് കാണുന്ന മഞ്ഞാണ് ആംസ്റ്റർഡാമിനടുത്ത്. എന്ത് ഭംഗിയല്ലേ.
അങ്ങനെ ബാക്ക് ടു റോട്ടർഡാം സെൻട്രൽ. ഞങ്ങളിന്ന് വി ആർ ഗോയിങ് ടു ബെൽജിയം സൈഡിലോട്ട്. എനിക്ക് ഒരാൾക്ക് എൻ്റെ ഒരു ആൾക്കൊരു സാധനം കൊടുക്കാനുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നോക്കണം. ഫ്ലിക്സ് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. അപ്പോഴാണ് കണ്ടത്, ഇവിടെ കണ്ടോ, ഇവർ ചാർജ് ചെയ്യുന്നത് ഇലക്ട്രിക് ബസ്. മുകളിലോട്ടൊരു സാധനം വരും, അവർ ചാർജ് ചെയ്യും. ദിസ് ഈസ് അവർ സ്റ്റോപ്പ്. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഫ്ലിക്സ് ബസ് ടു ബെൽജിയം. നമ്മുടെ ഫ്ലിക്സ് ബസ് വന്നു. പോയി ലഗേജൊക്കെ വെച്ചിട്ട് ബോർഡ് ചെയ്യണം. വെൽക്കം ടു ആന്റ്വേർപ്പ്, ബെൽജിയം. നമ്മൾ ബെൽജിയം എത്തി. വി ആർ എൻ റൂട്ട് ഹിയർ. ഇവിടെ ഒരാളെ കാണാനുണ്ട്. ഒരു 10-15 മിനിറ്റ്സ്. നമ്മുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റാണ്. നമ്മൾ കുറേ നാളായിട്ട് പരിചയമുള്ള ഒരാളാണ്. അപ്പം ആളെ ഒന്ന് കണ്ട് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊന്ന് കൊടുക്കണമായിരുന്നു. എന്നിട്ട് നമ്മളിവിടുന്ന് നെക്സ്റ്റ് സ്റ്റോപ്പോ ഡെസ്റ്റിനേഷനിലോട്ട് വിടും. ശരിക്കും ഇത് റൂസൽവെൽറ്റ് എന്ന് പറയും. റൂസൽവെൽറ്റ് ആന്റ്വേർപ്പിൻ്റെ ഒരു ഏരിയ. ഇവിടെ ഞങ്ങൾക്ക് ഒരു 10-15-20 മിനിറ്റ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഓൺ അവർ. ദിസ് ഈസ് ബേസിക്കലി ഇവരുടെ ഒരു മെയിൻ സിറ്റി സെൻറ്റർ ബസ് ടെർമിനൽ. അങ്ങനെ നമ്മുടെ 27th കൺട്രി ആയ ബെൽജിയത്തിൽ നമ്മളൊന്ന് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുന്നു. കുറച്ച് എന്തെങ്കിലും ഒന്ന് സ്നാക്ക് ചെയ്യണം, എന്നിട്ട് നെക്സ്റ്റ് പരിപാടി നോക്കണം. ബ്രസൽസിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വന്നപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ വന്ന് എന്ത് ചെയ്യണം, എന്ത് മേടിക്കണം, എന്തെങ്കിലും സ്നാക്സ് മേടിക്കണമെന്നറിയാൻ ഞങ്ങളിങ്ങനെ നടക്കുക. ഇതിലെ റോഡ് ക്രോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ മാർക്കറ്റ് ഒന്ന് നോക്കാം. ബ്രസൽസിലെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് എന്തെങ്കിലും സ്നാക്സോ. നമുക്കിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് വി ആർ ഗോയിങ് ടു പാരീസ്. അപ്പം പാരീസിലോട്ടുള്ള ബസ് ആയിട്ടില്ല. അത് ഒരു 6 മണിക്ക് വരും. അതുവരെ നമ്മൾ ഇവിടെ കുറച്ചൊക്കെ നടന്ന് എന്തൊക്കെയുണ്ട് ഇവിടെ നിന്നൊക്കെ നോക്കുക. കുറേ ബിൽഡിങ്സും സാധനമുണ്ട്, പക്ഷേ കുറേ കഫേസോ എന്തെങ്കിലും മേടിക്കാനോ ഒന്നും അധികം കാണുന്നില്ല ഈ ഏരിയ. ഗിൽബർട്ട് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. ഗ്ലിബർട്ട്, സോറി. ഞങ്ങളപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും അവൈലബിളാണ് ഇവിടെ ഈ മാർക്കറ്റിൽ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, ഫ്രഷ് ആയിട്ടുള്ള അവക്കാഡോയും പീച്ചാന്ന് തോന്നുന്നു, ഗ്രേപ്സ് എല്ലാം ഉണ്ട്. ഈ സൈഡിൽ പച്ചക്കറിയും സെക്ഷനും ഉണ്ട്. ബെൽജിയത്തിലും അല്ല, ആസ് ഇൻ യൂറോപ്പ് സൈഡിലും എല്ലാ ഇതും കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തൊട്ട് തന്നെയുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ, എല്ലാ സാധനമുണ്ട്. ഇലകൾ ഫുള്ള് ഇലകളുണ്ട്. എഗ് പ്ലാന്റും ക്യാപ്സിക്കം എല്ലാം ഉണ്ട്. ടൊമാറ്റോ, കോണും ബനാന ഉൾപ്പെടെ. ഒരു സ്നാക്കൊക്കെ മേടിച്ചു ആ മാർക്കറ്റിൽ നിന്ന്, ബ്രസൽസ് മാർക്കറ്റിൽ നിന്ന്. ഇനിയിപ്പോൾ തിരിച്ച് നടക്കുക. വിതിൻ ഹാഫ് ആൻ അവർ എനിക്ക് തോന്നുന്നു നമ്മുടെ ബസ് വരും. ബസ് വന്നു കഴിഞ്ഞാൽ വിൽ ഹാവ് ടു ഗെറ്റ് ഓൺ ബോർഡ്. രാത്രി ഒരു 10:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ ടു പാരീസ്. ഇന്നത്തെ വീഡിയോ അവിടെ എത്തി, ഹോട്ടലൊക്കെ എത്തി ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് ചെയ്യാം. എന്നിട്ട് നാളെ ഫുൾ വിൽ എക്സ്പ്ലോർ ദ ഐഫൽ ടവർ, ലൂവർ മ്യൂസിയം, അതിന് ചുറ്റിനുള്ള ഏരിയാസ്. വാട്ട്സ് എ മിസ്റ്റർ കുട്ടമ്പിളെ? കാണണം, പൊളിക്കും. ഞങ്ങളത് ബോർഡർ കടന്നു. ഇതിപ്പോൾ ഫ്രാൻസാണ്. ഒരു 2 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പാരീസിലെത്താം. ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകുന്നു. സമയം ഏകദേശം ഇപ്പോൾ ഒരു 7:30 ഒക്കെ കഴിഞ്ഞു. 8:25 ആയി ഇപ്പോൾ. This trip was kind of different because we started off in Essen, Germany. We went to Rotterdam, from Rotterdam to Antwerp via Brussels, and finally ending up in the beautiful Paris. Tiring and all via Flixbus, but amazing trip. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടുള്ള യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഹോട്ടലെത്തി. പോയി റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കണം. ലെറ്റ്സ് ഗോ ടു ചെക്ക് ഇൻ. ഇതാണ് നമ്മുടെ റൂമല്ല, സോറി, ഹോട്ടൽ. അങ്ങനെ നമ്മുടെ റൂം എത്തി. ഇവിടെയൊക്കെ കോഡാണ്. നമ്മൾ കോഡ് അടിച്ചിട്ട് വേണം എൻ്റർ ചെയ്ത് കയറാൻ. വെൽക്കം ടു അവർ റൂം ഇൻ പാരീസ്. സ്മോൾ ബട്ട് ക്യൂട്ട് അല്ലേ? നൈസ്. നാളെ രാവിലെ ആകുമ്പോൾ വ്യൂ ഒക്കെ കാണിച്ചു തരാം. വാഷ്റൂം ഇറ്റ്സ് സ്മോൾ ബട്ട് ഇറ്റ്സ് നൈസ്. വാഷ്റൂം ഓൾസോ സ്മോൾ ആൻഡ് നൈസ്. രാവിലെ ആകുമ്പോൾ ഡീറ്റെയിൽഡ് ഒരു റൂം ടൂർ എടുത്ത് കാണിക്കാമേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നാളെ രാവിലെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.
പാരീസ് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ബൈ